ബാംഗ്ലൂരു സ്വപ്നങ്ങളുടെ നഗരം. ഇവിടെ കെട്ടിടങ്ങൾക്കും ആകാശഗോപുരങ്ങൾക്കും ഒപ്പം വളർന്നത് ആയിരക്കണക്കിന് മനുഷ്യരുടെ കഠിനാധ്വാനത്തിന്റെ കഥകളാണ്. ആ കഥകളിൽ ഏറ്റവും തിളക്കമുള്ള ഒരേടായിരുന്നു കോൺഫിഡന്റ് ഗ്രൂപ്പ്. എന്നാൽ 2026 ജനുവരി 30 ആ ആകാശഗോപുരങ്ങളെ നടുക്കിക്കൊണ്ട് ലാംഫോർഡ് ടൗണിലെ ആസ്ഥാന ഓഫീസിൽ നിന്നും ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തു. അത് വെറും ഒരു വാർത്തയായിരുന്നില്ല. ദക്ഷിണേന്ത്യയിലെ റിയൽ എസ്റ്റേറ്റ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഒരു മനുഷ്യന്റെ അപ്രതീക്ഷിത വിടവാങ്ങലായിരുന്നു. CJ റോയ് കേരളത്തിൽ നിന്ന് തുടങ്ങി പ്രവാസ ലോകത്തും പിന്നീട് ഇന്ത്യയിലാകെയും തന്റെ സാന്നിധ്യം അറിയിച്ച വ്യവസായ പ്രമുഖൻ. കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്ന ബ്രാൻഡിനെ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ എത്തിച്ചത് തന്റെ ആത്മവിശ്വാസം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. കോൺഫിഡന്റ് എന്ന പേരിന് അനർത്ഥമാക്കും വിധം ഏതൊരു പ്രതിസന്ധിയിലും പതറാത്ത വ്യക്തിത്വം. റിയൽ എസ്റ്റേറ്റ്, വിനോദസഞ്ചാരം, ഹോസ്പിറ്റാലിറ്റി, സിനിമ, തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു ബിസിനസ് മാന്ത്രികൻ. സിനിമയോടുള്ള അദ്ദേഹത്തിന്റെ പാഷൻ നമുക്കറിയാം. മോഹൻലാലിനെ നായകനാക്കി കാസനോവ എന്ന ബ്രഹ്മാണ്ഡ ചിത്രം നിർമ്മിക്കുമ്പോൾ മലയാള സിനിമ അന്നുവരെ കണ്ടിട്ടില്ലാത്ത ഗ്ലാമറാണ് അദ്ദേഹം സമ്മാനിച്ചത്. ലംബോർഗിനിയും റോൾസ് റോയ്സും അടങ്ങുന്ന ആഡംബര കാറുകളുടെ വലിയ ശേഖരം റോയുടെ ജീവിതശൈലിയുടെ ഭാഗമായിരുന്നു. എന്നാൽ ആ ആഡംബരങ്ങൾക്കും വിജയങ്ങൾക്കും പിന്നിൽ നിശബ്ദമായ ചില കൊടുങ്കാറ്റുകൾ വീശുന്നുണ്ടായിരുന്നു എന്ന് ആരും അറിഞ്ഞില്ല. ജനുവരിയുടെ ആ അവസാന വാരം റോയുടെ ജീവിതത്തെ കീഴ്മേൽ മറിച്ചു. ദിവസങ്ങളോളം നീണ്ട ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ്, സ്വന്തം ഓഫീസിൽ വെച്ച് ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലുകൾ നേരിടുമ്പോഴും അദ്ദേഹം പുറമെ ശാന്തനായിരുന്നു. പക്ഷേ ഉള്ളിൽ ആരോടും പറയാത്ത ചിലത് അദ്ദേഹം കരുതി വെച്ചിരുന്നു. ആ 9 പേജുള്ള കുറിപ്പിൽ അദ്ദേഹം കുറിച്ച വാക്കുകൾ, അതൊരു സാമ്രാജ്യത്തിന്റെ അന്ത്യമായിരുന്നോ അതോ വ്യവസ്ഥിതിക്കെതിരെയുള്ള പ്രതിഷേധമായിരുന്നു? എന്തായിരുന്നു ആ 9 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിലെ ഉള്ളടക്കം? കുടുംബം ആരോപിക്കുന്നത് പോലെ ഉദ്യോഗസ്ഥരുടെ പീഡനം അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിച്ചോ? CJ റോയുടെ ജീവിതത്തിലെ അവസാന മണിക്കൂറുകളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ഒരാൾ മരണത്തിലേക്ക് നടന്നു പോകുമ്പോൾ എഴുതുന്ന വാക്കുകൾക്ക് സത്യത്തിന്റെ കടുപ്പമുണ്ടാകും. CJ റോയ് തന്റെ ക്യാബിനിൽ തനിച്ചിരുന്ന് എഴുതിയത് വെറുമൊരു കത്തല്ല, മറിച്ച് താൻ പടുത്തുയർത്തിയ സാമ്രാജ്യത്തിന്റെ കണക്ക് പുസ്തകവും തന്റെ പ്രിയപ്പെട്ടവർക്കുള്ള വിടവാങ്ങൽ സന്ദേശവുമായിരുന്നു. 9 പേജുകൾ. ഓരോ വരിയിലും ഒരു മനുഷ്യന്റെ തകർന്ന മനസ്സിന്റെ നിഴൽ കാണാമായിരുന്നു. ആദ്യ പേജുകളിൽ നിറഞ്ഞു നിന്നത് കുടുംബത്തോടുള്ള സ്നേഹവും സങ്കടവുമായിരുന്നു. തന്റെ ഭാര്യയോടും മക്കളോടും അദ്ദേഹം മാപ്പ് ചോദിച്ചു. കൂടെ നിൽക്കാൻ കഴിയാത്തതിലുള്ള സങ്കടം ആ വാക്കുകളിൽ തളം കെട്ടി നിന്നു. താൻ എടുത്ത ചില തീരുമാനങ്ങൾ തെറ്റായിപ്പോയി എന്നും ബിസിനസ്സിലെ ചില വീഴ്ചകൾ തന്നെ വേട്ടയാടുന്നുണ്ടെന്നും അദ്ദേഹം കുറിപ്പിൽ തുറന്നു സമ്മതിച്ചു. എന്നാൽ ഈ കുറിപ്പ് വെറുമൊരു വിടവാങ്ങൽ മാത്രമായിരുന്നില്ല, അതൊരു ബിസിനസ് വിൽപത്രം കൂടിയായിരുന്നു. തനിക്ക് ശേഷം കോൺഫിഡന്റ് ഗ്രൂപ്പിനെ ആര് നയിക്കണം? മകനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? തന്നിൽ വിശ്വസിച്ച് പണം നിക്ഷേപിച്ചവർക്ക് 1 രൂപ പോലും നഷ്ടമാകരുത് എന്ന നിർബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ 9 പേജുകളിൽ ഓരോ നിക്ഷേപകന്റെയും ഓരോ പങ്കാളിയുടെയും കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിരുന്നു. മരിക്കാൻ പോകുന്ന നിമിഷത്തിലും തന്റെ കൂടെയുള്ളവരുടെ ഭാവി അദ്ദേഹം ഉറപ്പുവരുത്തി. ബിസിനസ്സിലെ ചില ചതിക്കുഴികളെ കുറിച്ചും കുറിപ്പിൽ പരാമർശമുണ്ടായിരുന്നു. വിദേശ രാജ്യങ്ങളിലെ നിക്ഷേപങ്ങളിലുണ്ടായ വൻ നഷ്ടങ്ങളും ചില വ്യക്തികൾ തന്നെ വഞ്ചിച്ചതും അദ്ദേഹം വേദനയോടെ ഓർത്തു. പക്ഷേ ഏറ്റവും ഞെട്ടിക്കുന്ന ഭാഗം മറ്റൊന്നായിരുന്നു. ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ നിരന്തരമായ സമ്മർദ്ദം തന്നെ മാനസികമായി തളർത്തുന്നു എന്ന് അദ്ദേഹം ആ കുറിപ്പിലൂടെ സൂചിപ്പിച്ചു. ആ വരികൾ വായിക്കുമ്പോൾ ഒന്ന് വ്യക്തമാണ്, അദ്ദേഹം പെട്ടെന്നൊരു നിമിഷത്തിലെടുത്ത തീരുമാനമല്ലിത്. ദിവസങ്ങളായി അനുഭവിച്ച മാനസിക സംഘർഷത്തിന്റെ പൊട്ടിത്തെറിയായിരുന്നു അന്നവിടെ സംഭവിച്ചത്. താൻ മരിച്ചാൽ തന്റെ ശരീരം എങ്ങനെ സംസ്കരിക്കണം എന്നുപോലും അദ്ദേഹം ആ കുറിപ്പിൽ എഴുതി വച്ചിരുന്നു. ഇത്രയും കൃത്യമായി എല്ലാം പ്ലാൻ ചെയ്ത ഒരു മനുഷ്യൻ എന്തിനായിരിക്കും മരണത്തിന് കീഴടങ്ങിയത്? ആ 9 പേജുകൾ സത്യത്തിൽ ഒരു തെളിവാണ്. വിജയങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും തനിച്ചായി പോയ ഒരു വ്യവസായിയുടെ നിലവിളിയാണത്. ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ പുറത്ത് കാത്തു നിൽക്കുമ്പോൾ ആ പേന താഴെ വെച്ച് അദ്ദേഹം ആ മാരകായുധം കയ്യിലെടുത്തു. ആ പേജുകളിലെ ഓരോ വാക്കുകളും ചോദിക്കുന്നത്
ഒരേ ഒരു ചോദ്യം മാത്രം: ആത്മവിശ്വാസം കൈമുതലായുള്ള ഒരു മനുഷ്യനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ മാത്രം കരുത്തുള്ള ആ വലിയ സമ്മർദ്ദം എന്തായിരുന്നു? 2026 ജനുവരി 28 ഞായറാഴ്ച കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഓഫീസുകളിലേക്ക് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ അപ്രതീക്ഷിതമായി കടന്നു വന്നു. ബാംഗ്ലൂരുവിലെയും കേരളത്തിലെയും ഓഫീസുകളിൽ ഒരേ സമയം പരിശോധന തുടങ്ങി. ഒരു സാധാരണ പരിശോധന എന്ന് എല്ലാവരും കരുതി. എന്നാൽ ആ റെയ്ഡ് മണിക്കൂറുകളല്ല, ദിവസങ്ങളാണ് നീണ്ടുനിന്നത്. റോയിയെ സംബന്ധിച്ചിടത്തോളം അതൊരു സാധാരണ റെയ്ഡായിരുന്നില്ല. തന്റെ അന്തസ്സിനും അധ്വാനത്തിനും മേൽ വീണ കരിനിഴലായിരുന്നു അത്. 700 കോടി രൂപയുടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകളാണ് ഉദ്യോഗസ്ഥർ തേടിക്കൊണ്ടിരുന്നത്. കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ബാംഗ്ലൂരുവിലെ സംഘവും റോയിയെ നിരന്തരം ചോദ്യം ചെയ്തു. കൃത്യമായ നികുതി അടയ്ക്കുന്ന, നിയമങ്ങളെ ബഹുമാനിക്കുന്ന ഒരാളാണ് താനെന്ന് അദ്ദേഹം വാദിച്ചു. പക്ഷേ ഉദ്യോഗസ്ഥരുടെ ചോദ്യശരങ്ങൾ അവസാനിച്ചില്ല. 3 പകലും 2 രാത്രിയും ഉറക്കമില്ലാത്ത മണിക്കൂറുകൾ. ആ മുറിക്കുള്ളിലെ പിരിമുറുക്കം താങ്ങാനാവുന്നതിലും അധികമായിരുന്നു. ജനുവരി 30 ഉച്ച സമയം ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് മുന്നിൽ ചില രേഖകൾ വെച്ചു. അതിലൊപ്പിടാൻ സമ്മർദ്ദം ചെലുത്തിയതായി പറയപ്പെടുന്നു. ആ നിമിഷം ശാന്തനായിരുന്ന റോയിയുടെ ഉള്ളിൽ എന്തോ തകർന്നു. എനിക്ക് അമ്മയെ ഒന്ന് വിളിക്കണം, ചില രേഖകൾ കൂടി എടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം തന്റെ ക്യാബിനിലേക്ക് കയറി. വാതിൽ അകത്തുനിന്ന് പൂട്ടി. പുറത്ത് ഉദ്യോഗസ്ഥർ കാത്തു നിൽക്കുന്നു. മിനിറ്റുകൾ കടന്നുപോയി. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. അകത്തേക്ക് പോയ റോയിയെ നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും കാണാതായപ്പോൾ വാതിൽ പൊളിച്ചകത്ത് കയറിയ ഉദ്യോഗസ്ഥരും ജീവനക്കാരും കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട CJ റോയിയെയാണ്. ലൈസൻസ് ഉള്ള തന്റെ കൈത്തോക്ക് അദ്ദേഹം സ്വയം ഉപയോഗിച്ചിരിക്കുന്നു. ഒരു വലിയ സാമ്രാജ്യത്തിന്റെ അധിപൻ 9 പേജുള്ള ആത്മഹത്യാക്കുറിപ്പും വിറങ്ങലിച്ച ഒരു പിടി ഓർമ്മകളും ബാക്കിയാക്കി വിടവാങ്ങും. ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നതിനിടയിൽ അവരുടെ കൺമുന്നിൽ വെച്ച് ഒരു വ്യവസായി ഇങ്ങനെ ചെയ്തത് രാജ്യത്തെ തന്നെ ഞെട്ടിച്ചു. എന്തായിരുന്നു ആ രേഖകളിൽ? എന്തിനാണ് അദ്ദേഹം ഇത്രയേറെ ഭയന്നത്? അതോ ഉദ്യോഗസ്ഥരുടെ സമീപനം ഒരു മനുഷ്യന്റെ ആത്മവിശ്വാസത്തെ കൊന്നുകളഞ്ഞു? നിയമത്തിന് പറയാൻ ചില കണക്കുകൾ ഉണ്ടാകാം, പക്ഷേ റോയിക്ക് പറയാനുണ്ടായിരുന്നത് ജീവിതമായിരുന്നു. CJ റോയിയുടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു പോകുമ്പോൾ ഒരു നഗരം മുഴുവൻ നിശബ്ദമായി. പക്ഷേ ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് കുടുംബം ചില ചോദ്യങ്ങൾ ഉയർത്തി. റോയ് ഭീരുവല്ലായിരുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന അദ്ദേഹത്തിന്റെ സഹോദരനും മകനും ഭാര്യയും ഈ മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ പുറത്തു കൊണ്ടുവരണമെന്ന വാശിയിലായിരുന്നു. ഇത് വെറും ഒരു ആത്മഹത്യയല്ല, മറിച്ച് വ്യവസ്ഥിതി നടത്തുന്ന കൊലപാതകമാണെന്ന് അവർ വിശ്വസിച്ചു. റോയിയുടെ സഹോദരൻ CJ ബാബുവിന്റെ വാക്കുകളിൽ അമർഷവും വേദനയും നിറഞ്ഞു നിന്നു. അദ്ദേഹത്തിന് കടബാധ്യതകൾ ഉണ്ടായിരുന്നില്ല. ബാങ്കുകളിൽ കോടിക്കണക്കിന് രൂപയുടെ ബാലൻസ് ഉണ്ടായിരുന്നു. പിന്നെ എന്തിന് അദ്ദേഹം മരിക്കണം? ഈ ചോദ്യം ഉദ്യോഗസ്ഥർക്ക് നേരെയായിരുന്നു. IT റെയ്ഡ് നടന്ന ആ 3 ദിവസങ്ങളിൽ റോയ് അനുഭവിച്ച മാനസിക പീഡനങ്ങളെക്കുറിച്ച് കുടുംബം തുറന്നടിച്ചു. ഭക്ഷണം പോലും കഴിക്കാൻ സമ്മതിക്കാതെ, ഉറക്കമില്ലാതെ മണിക്കൂറുകളോളം അദ്ദേഹത്തെ ഉദ്യോഗസ്ഥർ തളച്ചിട്ടു എന്ന് കുടുംബം ആരോപിക്കുന്നു. മകൻ രോഹിത്തിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഹീറോ ആയിരുന്നു പിതാവ്. ബിസിനസ്സിലെ പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിട്ടിരുന്ന ആ മനുഷ്യൻ IT ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ തകർന്നു പോയി എന്നത് കുടുംബത്തിന് വിശ്വസിക്കാനായില്ല. ആ 9 പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് ആദായ നികുതി വകുപ്പിനെതിരെയുള്ള വലിയൊരു കുറ്റപത്രമാണെന്ന് അവർ വാദിച്ചു. തന്റെ പിതാവിനെ മാനസികമായി തകർത്ത ആ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി വേണമെന്ന ഉറച്ച നിലപാടിലാണ് കുടുംബം. കേരളത്തിലെയും കർണാടകയിലെയും രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ ഈ മരണം വലിയ ചർച്ചയായി. റെയ്ഡുകളുടെ പേരിൽ ബിസിനസ്സുകാരെ വേട്ടയാടുന്ന രീതി മാറണമെന്ന ആവശ്യം ശക്തമായി. ഉദ്യോഗസ്ഥർക്ക് രേഖകൾ പരിശോധിക്കാം, പക്ഷേ ഒരു മനുഷ്യന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ അവർക്ക് അവകാശമുണ്ടോ? CJ റോയിയുടെ മരണം കേവലം ഒരു ക്രൈം ഫയലിൽ ഒതുങ്ങേണ്ടതല്ല, മറിച്ച് ഓരോ സംരംഭകരും നേരിടുന്ന അരക്ഷിതാവസ്ഥയുടെ അടയാളമാണ്. നിയമ പോരാട്ടം നീണ്ടുപോയേക്കാം, പക്ഷേ സത്യം പുറത്തു വരണമെന്ന് കുടുംബം ആഗ്രഹിക്കുന്നു. കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്ന സാമ്രാജ്യം ഇനി റോയിയുടെ മകന്റെ കൈകളിലാണ്. തന്റെ പിതാവ് അധ്വാനിച്ചുണ്ടാക്കിയ പേര് നിലനിർത്തുക എന്നതിനൊപ്പം അദ്ദേഹത്തിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ
നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്ന വലിയൊരു ദൗത്യവും ആ കുടുംബത്തിന് മുന്നിലുണ്ട്. CJ റോയ്, ആ പേര് ദക്ഷിണേന്ത്യയുടെ ബിസിനസ് ഭൂപടത്തിൽ ഒരു അടയാളമായിരുന്നു. കഠിനാധ്വാനം കൊണ്ട് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സാധാരണക്കാരനും അദ്ദേഹം ഒരു ആവേശമായിരുന്നു. പക്ഷേ ആ ആവേശം ഒരു വെടിയുണ്ടയിൽ അവസാനിക്കുമ്പോൾ അത് വലിയൊരു പാഠം കൂടിയാണ് നൽകുന്നത്. വിജയങ്ങളുടെ ഉച്ചിയിൽ നിൽക്കുമ്പോഴും ഒരു മനുഷ്യൻ എത്രമാത്രം ഏകാഗിയാണെന്നും സമ്മർദ്ദങ്ങൾ അയാളെ എത്രത്തോളം തളർത്തുന്നുവെന്നുമുള്ള കൈപ്പുള്ള പാഠം. റോയുടെ അഭാവത്തിൽ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഇന്ന് മാറ്റത്തിന്റെ പാതയിലാണ്. അദ്ദേഹം ആ 9 പേജുള്ള കുറിപ്പിൽ ആഗ്രഹിച്ചതുപോലെ അദ്ദേഹത്തിന്റെ അനന്തരാവകാശികൾ ആ ബിസിനസ് സാമ്രാജ്യത്തെ മുന്നോട്ട് നയിക്കും. ആയിരക്കണക്കിന് ജീവനക്കാരും നിക്ഷേപകരും ഇന്നും ആ ബ്രാൻഡിൽ വിശ്വസിക്കുന്നു. റോയ് ഇട്ടിട്ട് പോയ അടിത്തറ അത്രമേൽ ശക്തമായിരുന്നു. പക്ഷേ ആ ഓഫീസിലെ ശൂന്യമായ ആ കസേര ഇന്നും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിനായി കാത്തിരിക്കുന്നുണ്ടാകാം. എങ്കിലും ചില ചോദ്യങ്ങൾ ഇന്നും ബാക്കിയാണ്. ആദായ നികുതി വകുപ്പിന്റെ ആ റെയ്ഡ് സ്വാഭാവികമായ നടപടിയായിരുന്നോ, അതോ ഒരു വലിയ വ്യവസായിയെ സമ്മർദ്ദത്തിലാക്കി വീഴ്ത്താനുള്ള ശ്രമമായിരുന്നോ? നിയമത്തിന്റെ വഴിയിൽ അന്വേഷണങ്ങൾ നടന്നേക്കാം, എന്നാൽ നഷ്ടപ്പെട്ട ഒരു ജീവൻ ഇനി തിരികെ വരില്ല. നിയമങ്ങളും പരിശോധനകളും വേണം, പക്ഷേ അതൊരു മനുഷ്യന്റെ ജീവൻ എടുക്കുന്ന തരത്തിലുള്ള മാനസിക പീഡനമാകരുത് എന്ന വലിയ ചർച്ചയ്ക്ക് CJ റോയുടെ മരണം തുടക്കമിട്ടിരിക്കുന്നു. ആത്മവിശ്വാസത്തോടെ പോരാടിയ ഒരു മനുഷ്യൻ ഒടുവിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് മടങ്ങിയപ്പോൾ ലോകത്തിന് നൽകിയത് ഒരു പിടി ചോദ്യങ്ങളാണ്. ആ 9 പേജുകളിലെ മഷി ഉണങ്ങിയിട്ടുണ്ടാകാം, എന്നാൽ ആ വാക്കുകൾ ഉയർത്തുന്ന നീതിക്കായുള്ള മുറവിളി ഇന്നും അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നു. CJ റോയ് എന്ന പേര് ഇനി കേരളത്തിന്റെയും കർണാടകയുടെയും ബിസിനസ് ചരിത്രത്തിൽ ഒരു ഓർമ്മപ്പെടുത്തലായി നിലനിൽക്കും. ഒരു മനുഷ്യന്റെ അവസാന ശ്വാസം വരെ കൂടെയുണ്ടായിരുന്ന ആ ആത്മവിശ്വാസത്തിന് മുന്നിൽ പ്രണാമം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.